ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിയോണാസ് വേൾഡ്. അപ്പോൾ ഇന്ന് രാവിലെ കട്ടനും പുട്ടുമായിരുന്നു. ഞാനാണേ കട്ടൻ ചായയല്ല, കട്ടൻ കാപ്പി കുടിക്കുന്നത്. അപ്പോൾ പുട്ടും പഴമായിരുന്നു. ഞാനും സന്തുവും അന്നും കൂടെ കൂടിയിട്ട് ഇന്നൊരു സ്ഥലം വരെ ഞങ്ങൾക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങ് പോയി. ലല്ലു സ്കൂളിലും പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ അത്യാവശ്യം മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തുണിയൊന്നും വിരിച്ചിടാതൊക്കെയാണ് പോയത്. തിരിച്ചു വന്നപ്പോഴും നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം തന്നെ ഓടി ചെന്ന് ആദ്യം ചെയ്തത് തന്നെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണങ്ങാനുള്ള കുറേ തുണികളുണ്ടായിരുന്നു. എല്ലാം വാരിയ മേളിലും താഴെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങ് വിരിച്ചിട്ടു. അങ്ങനെ കുറേയൊക്കെ ഉണങ്ങിയെടുത്തു. അതിനുശേഷം പിന്നെ തുണി കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി. അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം സത്യത്തിൽ തുണി ഉണക്കലും പറക്കലും ഒക്കെ ആയിട്ട് അങ്ങ് പോയി. ഇതിനിടയിൽ ഓടി വന്നിട്ട് നാരങ്ങ ഉണ്ടായിരുന്നു, നാരങ്ങയൊക്കെ എടുത്ത് അച്ചാറിട്ടു. അപ്പോൾ രാവിലെ നമ്മളൊരു ചക്ക പറിച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോൾ തന്നെ ആ ചക്ക ഞാൻ സന്തും കൂടെ വെട്ടി എല്ലാം റെഡിയാക്കി അടത്തിയെടുത്തു. പിന്നെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചക്ക വേവിച്ചു, ഒരു ഉണക്ക അയലയെടുത്തു, കറി വെച്ചു. ചക്കക്കുരുവൊക്കെ ഇട്ടാണ് കറി വെച്ചത്. അത് കഴിഞ്ഞ് അന്നൂസിന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അന്നൂസ് അവിടെ ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നായിരിക്കാം. അപ്പം ഞാനും സന്തു സന്തു അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സന്തു എവിടേക്കോ അത്യാവശ്യം ടാപ്പ് വാങ്ങാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ മാറിയിരുന്ന് കഴിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്താ മാറിയിരുന്ന് കഴിക്കുന്നത്. ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കണം, ഫോണൊക്കെ കണ്ടുകൊണ്ടിരുന്ന. സന്തുവിൻ്റെ അടുത്ത് പോയിരുന്ന് കഴിക്കുമ്പോൾ സന്തു ഫോണൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുമ്പോൾ പറയും ഒന്നുകിൽ ഫോൺ കാണാം അല്ലെ TV കാണുക എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ മാറിയിരുന്ന് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ലല്ലു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ലല്ലു വന്നു. ലല്ലു അപ്പോൾ ചോദിക്കുന്നുണ്ട് തുണിയെല്ലാം ഉണങ്ങിയോ, എന്തോ വെയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. അങ്ങനെ ഞങ്ങൾ കയറി വന്ന് ഇനി ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. മറ്റൊന്നുമല്ല, എങ്ങനെയും നമ്മൾ കഴുകാം, വിരിക്കാം, ഉണങ്ങാം. പക്ഷേ അത് കൂട്ടി നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോരുത്തർ തുണി മടക്കി വെക്കുന്ന ആ ഒരു കാര്യം വരുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് സത്യത്തിൽ അത്. അപ്പം ഞാൻ ഇവരോട് പറയും നിങ്ങളുടെ തുണി നിങ്ങൾ എടുത്ത് വെക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് ഞാൻ മടക്കിക്കും. അങ്ങനെ നമ്മളിങ്ങനെ മടക്കലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത്യാവശ്യം റൂമെല്ലാം നല്ല വൃത്തികേടായിട്ട് കിടക്കുകയാണ്. കാരണം ഈ തുണികൾ ഇങ്ങനെ പറക്കിക്കൊണ്ട് വന്നതും ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അതെല്ലാം ഇനി ഒതുക്കി വെക്കണം. അവരെ രണ്ടുപേരെ ഫ്രഷാക്കി കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ചായ അതിനിടയ്ക്ക് ഇട്ട് കൊടുത്തു. സമൂസ ഉണ്ടായിരുന്നു കഴിക്കാൻ, അവർ സമൂസ കഴിച്ചു. പഴംപൊരി ഉണ്ടായിരുന്നു, അത് ഫസ്റ്റ് തന്നെ ഞാനും അന്നും എപ്പോഴേ കഴിച്ചായിരുന്നു. അങ്ങനെ അവർ ചായയൊക്കെ കുടിക്കുവാണ്. അന്നൂസ് ഇങ്ങനെ ഉറക്കമൊക്കെ ഉണ്ട് മുഖത്ത്, നല്ല ഉറക്കക്ഷീണമല്ല, ഇന്ന് അവൾ ഉറങ്ങിയിട്ടില്ല. അംഗനവാടി പോകുമ്പോഴത്തേന് കുറച്ചെങ്കിലും ഉറങ്ങും. അപ്പം ഞാൻ അവളെ എങ്ങനെയും പെട്ടെന്ന് കുറച്ച് നേരം ഉറക്കാം, ആശി ആൻറ്റിയുടെ അടുത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉറങ്ങാൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അന്നൂസ് ഉറങ്ങി. ഞാനും ഒരു അരമണിക്കൂർ കിടന്നില്ല, ഒരു 10-20 മിനിറ്റോളം ഞാനും കിടന്നു. എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന് ഞാൻ കണ്ട കാര്യം, ഒരാളവിടെ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത്. ഇഡ്ഡലി കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഉണ്ടാക്കിയ ഇഡ്ഡലിയാണ്. അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇവർ ആരെങ്കിലും ഇരിക്കുമെന്ന്. അങ്ങനെ ലല്ലു അലുക്കുലത്ത് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലയോ, ഇവക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കട്ടിങ്ങും വരയും ഒട്ടിക്കൊക്കെ ആയിട്ട്. ഇന്നത്തെ പരിപാടിയാണ് ഇതൊക്കെ. അന്നുനെ വരച്ചതാണ് ഇത് അങ്ങനെ യൂണിക്കോണിനെയൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി പിന്നെ അവളുടെ യൂണിഫോം എല്ലാം കഴുകിയിട്ടേക്കിന് മഴക്കാറൊക്കെ എടുത്ത് തുടങ്ങിയിരുന്നു. സന്തുവും അന്നും കൂടെ ഇവിടെ എന്തോ കളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.